नमस्कार, मैं आपकी प्यारी मोनालिसा। मैं अभी आ रही हूँ 14 फरवरी को केरला कालीकट बॉबी चमेनूर। आप मुझसे मिलने के लिए आओगे ना? बाय बाय। ബോച്ചയുടെ സ്ഥാപനത്തിലേക്ക് കുംഭമേള വൈറൽ താരമായ മൊണാലിസ വരികയാണ്. ബോബി ചെമ്മണൂർ തന്നെയാണ് ഈ ഒരു വിവരം പങ്കുവച്ചത്. ഇപ്പൊ ഈ മൊണാലിസ പറഞ്ഞ വാക്കുകളും ബോബി ചെമ്മണൂർ തന്നെയാണ് പങ്കുവച്ചത്. ഹണി റോസിനെ ഇനി കൊണ്ടുവരണ്ട എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഹണി റോസ് കാരണം എന്തോരം അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നു, എന്തോരം പ്രശ്നങ്ങൾ അത് കാരണം അദ്ദേഹം നേരിടേണ്ടി വന്നു. അതൊക്കെ കാരണം ഇനി ഹണി റോസിനെ കൊണ്ടുവരണ്ട എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഹണി റോസിനിട്ടൊരു മുട്ടം പണി തന്നെയാണ് ഇപ്പൊ ബോച്ചയെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ബോച്ച ഈ ഒരു കാര്യം ചെയ്യുമെന്ന് ആരും കരുതിയില്ല. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ബോച്ച ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രമുഖ താരം വരുമെന്ന് മുന്നേ പറഞ്ഞിരുന്നു. പക്ഷെ ഈ ഒരു തീരുമാനം അത് ബോച്ചയുടെ ആരാധകർക്കും ഒക്കെ വളരെ സന്തോഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ വിവരം ഹണി റോസ് അറിഞ്ഞിട്ടുണ്ടാവും. ആകെ വിഷമിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയായിരിക്കും ഈ ഹണി റോസ്. തനിക്ക് എന്തിന്റെ കേടായിരുന്നു ഞാൻ ഓടിപ്പോയി കേസ് കൊടുക്കാനും ഒക്കെ എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ച് കുത്തിയിരുന്ന് കരയുമായിരിക്കും ഹണി റോസ് ഇപ്പൊ. ബോച്ച ചെയ്തതിനോട് എല്ലാവരും ഹാപ്പിയാണ്. ആ ഒരു വീഡിയോയുടെ കമന്റ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ജനങ്ങൾ എത്രത്തോളം ഹാപ്പിയാണെന്ന്. എന്തായാലും മഹാകുംഭമേളയിലെ വൈറൽ താരമായ മൊണാലിസയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ചാരക്കണ്ണും സുന്ദരമായ ചിരിയും അതൊക്കെയാണ് ആ പെൺകുട്ടിയുടെ പ്രത്യേകത. എന്തായാലും ഒരു സുന്ദരി കുട്ടി തന്നെയാണ് മൊണാലിസ. ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനങ്ങളിലൊന്നായ മഹാകുംഭമേള പ്രയാഗ്രാജിൽ പുരോഗമിക്കുകയാണ്. കാവ്യവസ്ത്രം ധരിച്ചെത്തിയ സന്യാസിമാരും ബാബമാരും വിശുദ്ധ ത്രിവേണി സംഗമത്തിൽ ആത്മീയ ശുദ്ധീകരണം തേടുമ്പോൾ പ്രയാഗ്രാജിൽ നിന്ന് ഒരു അപ്രതീക്ഷിത മുഖം ഇന്റർനെറ്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ മുഖം ഒരു മതനേതാവിന്റേതോ ആത്മീയ ആചാര്യന്റേതോ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുടേതോ അല്ല, മറിച്ച് ഒരു മാല വിൽപ്പനക്കാരിയുടേതാണ്. രുദ്രാക്ഷമാലകളും തുളസിമാലകളും വിൽപ്പന നടത്തുന്ന ഇവരുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത്. ലളിതമായ വേഷവിധാനം, കഴുത്തിൽ മുത്തുമാലകൾ, മേക്കപ്പ് ഇല്ലാത്ത മുഖം, നീണ്ട മുടി, തിളങ്ങുന്ന കണ്ണുകൾ, ആരും വീണ്ടും നോക്കിപ്പോകുന്ന രൂപം. ശിവം ലംഘ്ര പങ്കിട്ട വീഡിയോ പെട്ടെന്ന് ശ്രദ്ധ നേടി. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി. ഒടുവിൽ നെറ്റിസൺസ് ഇവരെ കണ്ടെത്തുക തന്നെ ചെയ്തു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നെത്തിയ മൊണാലിസ ഭോസ്ലെയാണ് ഈ താരം. പിന്നെ ഇന്റർവ്യൂകളായി, റീലുകളായി, സെൽഫികളായി മൊണാലിസ അങ്ങ് സ്റ്റാറായി. न्यूज 18 मोनालिसा നടത്തിയ പ്രതികരണം ഇങ്ങനെ. मोनालिसा मैं महेश्वर में रहती हूँ। कहाँ रहती हैं? एमपी से आई हैं। किस शहर से? महेश्वर से आई हैं। कितने दिनों से यहाँ पर आई हैं और किस तरह से लोग अब 15 दिन हो गए मुझे आने के लिए। 15 दिन हो गए, लेकिन वायरल तो अभी आप हुई हैं। कैसे लोगों की नजर आप पर पड़ी? मेरा मुझ छुपा के रखती थी। किसी भैया ने जैसे कि माला बेची मैंने तो उनने चुपके से वीडियो बना लिया था। अच्छा ये बताइए कि जब आप लोगों के पास अब जब वायरल हो गई हैं, लोग आपको देखते हैं, तो अब माला आपकी खूब ज्यादा बिक रही है, क्या हो रहा है? कुछ भी नहीं बिक रहा है वीडियो की वजह से। हाँ। सब बस फोटो खींचने के लिए आते, वीडियो बनाने के लिए आते, लेकिन माला रुद्राक्ष लेने के लिए नहीं आते। अच्छा ये बताइए, आप कितनी पढ़ी लिखी हैं आप? नहीं, मैं पढ़ी लिखी नहीं हूँ। बिल्कुल पढ़ी लिखी नहीं है। अच्छा बताइए कि घर में कितने लोग हैं और कौन कौन लोग हैं? मम्मी पापा आए। वो भी आए मेले में? हाँ आए। अच्छा आप लोग इसका काम करते हैं, माले का काम करते हैं? हाँ माला रुद्राक्ष का काम। माला और रुद्राक्ष का काम करते हैं। कौन कितने माले आपने लिए, किस किस तरीके के, कितने कितने के? मोती का माला है, हाँ। ये रुद्राक्ष का है, केरवे का है, अलग अलग माला है। अलग अलग माला कितने का है माला ये? कितने रुपए से लेकर कितने रुपए तक माले हैं ये? 11,000 से लगा के नीचे तक का ये ज्यादा। 11,000 सबसे ऊपर तक का है। हाँ ऊपर तक तो कैसा अभी मेले में कैसा बिजनेस हो रहा है? यहाँ तो 45 जब से वीडियो बनाया तब से ऐसे ही घूम रही मैं। എന്നാൽ സോഷ്യൽ മീഡിയ സ്റ്റാർ ആയപ്പോൾ മൊണാലിസയുടെ കുടുംബത്തിന്റെ മാലക്കച്ചവടം പാടെ കുറഞ്ഞു. ഈ പോപ്പുലാരിറ്റി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ആശങ്കയിലാണ് കുടുംബം. എന്തായാലും നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ലൈക്കും കമന്റും ഷെയറും ഒക്കെ പോയിട്ടുണ്ട്. 4 ലക്ഷത്തിലധികം ആൾക്കാർ ഇത് കണ്ടിട്ടുമുണ്ട്. അതിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. ആ കമന്റ് ഫുള്ള് നമ്മുടെ ഹണി റോസിനിട്ടുള്ള മുട്ടം പണികളാണ് വന്നിരിക്കുന്നത്. അതിൽ കുറച്ച് കമന്റ് ഞാനിവിടെ
കണ്ടില്ലേ, ഇത്തരത്തിലുള്ള കമന്റുകളാണ് ആരാധകരുടെ സന്തോഷം. എന്തായാലും ഈ മൊണാലിസയെ കൊണ്ടുവരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല, ആരും പ്രതീക്ഷിച്ച് കാണത്തില്ല. എന്തായാലും പ്രത്യേകിച്ച് ഈ ഹണി റോസ് തീരെ പ്രതീക്ഷിച്ച് കാണത്തില്ല. ഏതെങ്കിലും ഒരു പ്രമുഖ നടിയെ കൊണ്ടുവരും എന്ന് മുന്നേ പറഞ്ഞിരുന്നല്ലോ, അതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഏതായാലും ഒരു പ്രമുഖ നടി വരും എന്നുള്ളതാണ്. എന്തായാലും മൊണാലിസ തന്നെ വരുമെന്ന് ഒട്ടും ഒരു മനുഷ്യനും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെയാണ് ഈ മൊണാലിസ വരുന്നു എന്ന് അറിഞ്ഞത്. എന്തായാലും ബോച്ചെ ഹണിയുടെ അണ്ണാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനങ്ങളിലൊന്നായ മഹാകുംഭമേള പ്രയാഗ്രാജിൽ പുരോഗമിക്കുകയാണ്. കാവ്യവസ്ത്രം ധരിച്ചെത്തിയ സന്യാസിമാരും ബാബമാരും വിശുദ്ധ ത്രിവേണി സംഗമത്തിൽ ആത്മീയ ശുദ്ധീകരണം തേടുമ്പോൾ പ്രയാഗ്രാജിൽ നിന്ന് ഒരു അപ്രതീക്ഷിത മുഖം ഇന്റർനെറ്റിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ മുഖം ഒരു മതനേതാവിന്റേതോ ആത്മീയ ആചാര്യന്റേതോ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുടേതോ അല്ല, മറിച്ച് ഒരു മാല വിൽപ്പനക്കാരിയുടേതാണ്. രുദ്രാക്ഷമാലകളും തുളസിമാലകളും വിൽപ്പന നടത്തുന്ന ഇവരുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത്. ലളിതമായ വേഷവിധാനം, കഴുത്തിൽ മുത്തുമാലകൾ, മേക്കപ്പ് ഇല്ലാത്ത മുഖം, നീണ്ട മുടി, തിളങ്ങുന്ന കണ്ണുകൾ, ആരും വീണ്ടും നോക്കിപ്പോകുന്ന രൂപം. ശിവം ലംഘ്ര പങ്കിട്ട വീഡിയോ പെട്ടെന്ന് ശ്രദ്ധ നേടി. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി. ഒടുവിൽ നെറ്റിസൺസ് ഇവരെ കണ്ടെത്തുക തന്നെ ചെയ്തു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നെത്തിയ മൊണാലിസ ഭോസ്ലെയാണ് ഈ താരം. പിന്നെ ഇന്റർവ്യൂകളായി, റീലുകളായി, സെൽഫികളായി മൊണാലിസ അങ്ങ്